ശശി തരൂർ നിരന്തരമായ ബി ജെ പിക്ക് അനുകൂലമായ രീതിയിലുള്ള പ്രസ്താവനകൾ തുടരുന്നതിനിടയിലാണ് ആദ്യമായി ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് ഒരു എതിർസ്വരം വന്നിട്ടുണ്ട്. കോൺഗ്രസിന് ധൈര്യം വെച്ചു. കോൺഗ്രസിന് ധൈര്യം വെച്ചതല്ല, കോൺഗ്രസിനെ മധുരിച്ചിട്ട് തുപ്പാനും വയ്യ, കഴിച്ചിട്ട് ഇറക്കാനും സ്ഥിതിയിലേക്ക് ശശി തരൂർ മാറുക. നടപടി എടുത്താലും പ്രശ്നമാണ്, നടപടി എടുത്തില്ലെങ്കിലും പ്രശ്നമാണ്. എന്ത് ചെയ്യും എന്നുള്ള വലിയൊരു ആശയക്കുഴപ്പത്തിലാണ് കോൺഗ്രസ്. ഇതുവരെ കോൺഗ്രസ് പാർട്ടി അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. കാരണം ആർക്കെങ്കിലും ആശംസ അർപ്പിച്ചതിൻ്റെ പേരിൽ എത്രയോ ആളുകളെ കോൺഗ്രസ് പുറത്താക്കിയ കേരളത്തിൽ തന്നെ എത്രയോ ഉദാഹരണങ്ങളുണ്ട്. പക്ഷേ LK അദ്വാനിയെ ഈ പറഞ്ഞ പോലെ പുകഴ്ത്തിയിട്ടും ഇദ്ദേഹത്തിന് നടപടി വരാത്തതിൻ്റെ കാരണം എന്താ? തരൂരിനെ പോലെ ജനപ്രിയനായിട്ടുള്ള വിവരവും വിദ്യാഭ്യാസമുള്ള ഒരു നേതാവിനെ കോൺഗ്രസ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് വലിയൊരു ബാഡ് ഇമേജ് സമൂഹത്തിലുണ്ടാക്കും എന്ന് പേടിച്ചിട്ടാണ് അവർ തൽക്കാലം നടപടിയെടുക്കാതിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇത് രാഷ്ട്രീയമായി അങ്ങനെ ഒരു നടപടിയിലേക്ക് പോവുകയാണെങ്കിൽ അവർ രാഷ്ട്രീയമായി ഇല്ലായ്മ ചെയ്യുമെന്നൊരു തോന്നൽ അവർക്കുണ്ടല്ലോ. പക്ഷെ എന്തോ ഒരു ഗതികേട് കൊണ്ടായിരിക്കല്ലേ അദ്ദേഹം ഇപ്പോൾ അദ്വാനിയെ പുകഴ്ത്തിയതിനെതിരെ രംഗത്ത് വന്നു കോൺഗ്രസ്. അതെ, ഇപ്പോൾ ഒരു വടംവലി മത്സരം പോലെ ഇത്. വടംവലി ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തരൂരും കോൺഗ്രസും അല്ല, BJPയും കോൺഗ്രസും തമ്മിലാണ്. അതിൻ്റെ നടുവിലൊരു റിബൺ കെട്ടുമല്ലോ, ആ റിബണാണ് ശശി തരൂർ. അപ്പോൾ എങ്ങോട്ട് വലിച്ചാൽ പ്രശ്നമാണ്, അങ്ങോട്ട് വലിച്ചാൽ പ്രശ്നം. അപ്പോൾ രണ്ടിടത്ത് അനങ്ങാൻ നിൽക്കുകയാണ്. BJP ആഗ്രഹിക്കുന്നത് എന്താ? ഇദ്ദേഹത്തിനെ കോൺഗ്രസ് പുറത്താക്കിയതിന് ശേഷം നമുക്ക് ആലോചിക്കാം എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ നിലപാട്, അല്ല BJPയുടെ നിലപാട്. എന്നാൽ കോൺഗ്രസ് എന്താ ആഗ്രഹിക്കുന്നത്? ഇദ്ദേഹം പോട്ടെ, BJP വിളിച്ചുകൊണ്ട് പോട്ടെ എന്നുള്ളതാണ്. ഇത് രണ്ടും സംഭവിക്കുന്നില്ല. ഇത് രണ്ടും സംഭവിക്കുന്ന സാഹചര്യത്തിലാണ് ഈ എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ തരൂരിൻ്റെ പുതിയ പ്രസ്താവനകൾ വരുന്നത്. അതാണ് LK അദ്വാനിയെ അദ്ദേഹം ഈ പറഞ്ഞ സ്റ്റേറ്റ്സ്മാൻ എന്നുള്ള രീതിയിൽ അല്ല, അതാണ് ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിയന്ത്രിക്കുന്നതും അവരുടെ ദൈവമായി അവർ കരുതുന്നത് നെഹ്റു കുടുംബത്തെയാണ്. നെഹ്റു കുടുംബത്തെ വരെ അദ്ദേഹം വിമർശിക്കുകയാണ്. അതെ. അപ്പോൾ എന്നിട്ട് എന്തുകൊണ്ടായിരിക്കും പുറത്താക്കാത്തത്? അല്ല, പുറത്താക്കാൻ കഴിയില്ല. കോൺഗ്രസിൻ്റെ ഒരു വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഐഡിയോളജി ഇല്ലാത്തൊരു പാർട്ടിയാണ്. ഒരു ആശയവും പ്രത്യയശാസ്ത്രവും എല്ലാം പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. ആ കോൺഗ്രസ്സിലെ ആളുകൾ തമ്മിൽ കൂട്ടിച്ചേർക്കുന്നത് ഒരു കുടുംബമാണ്. അതായത് നെഹ്റുവിൻ്റെ അല്ലെങ്കിൽ ഗാന്ധിയുടെ കുടുംബം. ഒരു മാസം 1.5 മാസം മുമ്പ് ഇദ്ദേഹം ഒരു ആർട്ടിക്കിളിൽ തരൂരിന് എഴുതിയിരുന്നു, കുടുംബ വാഴ്ചയാണ് ഇന്ത്യയുടെ ജനാധിപത്യത്തിന് ഏറ്റവും വലിയ ഭീഷണിയത്. ഒരു കുടുംബം തന്നെ എല്ലാം തീരുമാനിക്കുന്ന കാര്യങ്ങൾ വരിക, കഴിവുള്ളവരെ പരിഗണിക്കാതിരിക്കുക എന്നൊക്കെ ഉള്ളത് ഒരിക്കലും ജനാധിപത്യ രാജ്യത്തിന് ഭൂഷണമല്ല എന്ന് അദ്ദേഹം ഒരു ലേഖനം എഴുതിയിരുന്നു. അന്നും ഇവർ പ്രതികരിച്ചില്ല, കോൺഗ്രസ് ഉണ്ടായിരുന്നു. കാര്യം എന്തിനാണ് വടി കൊടുത്ത് അടി വാങ്ങുന്ന അവർ പ്രതികരിക്കാൻ പോയില്ല. അപ്പോൾ തരൂർ നോക്കിയപ്പോൾ ഇവർ പ്രതികരിക്കില്ല. എന്നാൽ പിന്നെ വീണ്ടും അടുത്ത് ചെയ്യാം എന്ന കാര്യം അദ്ദേഹം കിട്ടിയ അവസരമാണ് 98ാം പിറന്നാളെന്ന് പറയുന്നത്. അവിടെ അദ്ദേഹം പോയിട്ട് ആശംസയും പറഞ്ഞിട്ട് ട്വിറ്ററിൽ ഒരു ആശംസാ സന്ദേശം ഇട്ടു, ബർത്ത്ഡേ ആശംസ സന്ദേശം. അതിൽ പറഞ്ഞിരിക്കുന്നത് സ്റ്റേറ്റ്സ്മാൻ എന്നാണ്. ഈ പൊതുരംഗത്ത് അദ്ദേഹം നൽകിയ സംഭാവനകളെ നമുക്ക് ഒരിക്കലും വിസ്മരിക്കാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത്. ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ആയിരുന്ന സംഭവം ശരി തന്നെയാണ്. അദ്ദേഹത്തിന് LK അദ്വാനി ആയിരുന്നില്ല തള്ളി പറയുന്നത്, രഥയാത്ര നടത്തി ബാബറി മസ്ജിദ് പൊളിച്ചു എന്നുള്ളൊരു ഒരു കറുത്ത പൊട്ടിൻ്റെ മേലെയാണ് ഇദ്ദേഹത്തെ അവർ തള്ളി പറയുന്നത്. അതുതന്നെയാണ് ഇദ്ദേഹം ഓർമ്മിപ്പിച്ചത്. കാര്യം ചൈനയുടെ കേസിൽ ജവഹർലാൽ നെഹ്റു അടിയന്തരാവസ്ഥയിൽ ഇന്ദിരാഗാന്ധി എന്താ ചെയ്തത് അതേ ഇദ്ദേഹം ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഏതെങ്കിലും ഒരു പ്രവർത്തനം എടുത്തിട്ട് ഒരാളിനെ നമ്മൾ പൂർണ്ണമായിട്ട് വിമർശിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞപ്പോഴാണ് കോൺഗ്രസിന് നേരത്തെ പറഞ്ഞ രീതിയിൽ പ്രതികരിക്കേണ്ടി വന്നത്. കാര്യം ഗതിയില്ലാതെ പ്രതികരിക്കേണ്ടി വന്നു. പക്ഷെ ആ പ്രതികരണത്തിനൊരു മയമുണ്ട്. അതിൽ പിന്നെന്താണ്, ഈ മുന്നറിയിപ്പില്ല, ഭീഷണിയില്ല, ഒരു വകയില്ല, ഒരു തലോടലായിട്ടുള്ള ഒരു സ്വരമാണ്. തരൂർ ആഗ്രഹിച്ച ഒരു പക്ഷേ ഇതായിരിക്കും. അല്ല, കോൺഗ്രസിനെ അദ്ദേഹം നിരന്തരം തല്ലുകയാണ്, പക്ഷെ തല്ലുകൊണ്ടിട്ട് നീ എന്നെ വീണ്ടും തല്ലിക്കോ? അതെ. അല്ല, ഇത് തല്ലല്ല, തല്ല് നമുക്ക് രണ്ടായിരത്തി ചെയ്യാമല്ലോ. ഈ അമ്മമാർ കുഞ്ഞുങ്ങളെ തല്ല് കണ്ടിട്ടില്ലേ? ഇപ്പോൾ അടിക്കുമെന്ന് പറഞ്ഞിട്ട് ഒരു കൊച്ചു, പക്ഷെ ആ കുഞ്ഞിന് വേദനിക്കില്ല. എന്നാൽ അമ്മയ്ക്ക് അടിച്ചായിട്ടുള്ള ശശി തരൂർ തിരിച്ച് നല്ല രീതിയിൽ തല്ലുന്നുണ്ടല്ലോ. അല്ല, നന്നായിട്ട് കൊടുക്കുന്നുണ്ട്. അത് ഈ പറഞ്ഞാൽ നന്നായിട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷെ പകരം അവർ തല്ലുന്ന രീതിയിലുള്ള തലോടലാണ് കൊടുക്കുന്നത്. കാരണം ഇതാണ് പ്രശ്നം. കാരണം AICCയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തരൂർ മത്സരിച്ച് ഓർമ്മയുണ്ടല്ലോ. എന്തുകൊണ്ട് അദ്ദേഹം മത്സരിക്കാൻ കാരണം? അദ്ദേഹത്തിന് അന്നേ ഒരു ഇന്റൻഷൻ ഉണ്ടായിരുന്നു, എങ്ങനെയെങ്കിലും ഈ പാർട്ടിയെ കുടുംബവാഴ്ചയിൽ നിന്ന് മോചിപ്പിച്ചിട്ട് ജനാധിപത്യ സംവിധാനത്തിലേക്ക് കൊണ്ടുവരണം എന്ന ആഗ്രഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം മത്സരിച്ചത്. അതിന് അദ്ദേഹം പ്രാപ്തനുമാണ്. കോൺഗ്രസിനെ നയിക്കാൻ എന്തുകൊണ്ടും എന്ത് കഴിവുകൊണ്ട് നമ്മൾ ഏത് പാരാമീറ്റർ എടുത്താലും അദ്ദേഹം യോഗ്യനാണ്. പക്ഷേ അനുവദിച്ചില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോൺഗ്രസിലെ പ്രവർത്തകർ തമ്മിൽ യോജിപ്പിക്കുന്ന ഒരേ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഈ നെഹ്റു ഗാന്ധി കുടുംബമാണ്. നാളെ ഈ നെഹ്റു ഗാന്ധി കുടുംബം ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? കോൺഗ്രസ് ചിഹ്ന ഭിന്നമാണ്.
കോൺഗ്രസ് തന്നെ പ്രസ്ഥാന സംഭവം. അല്ല, പക്ഷെ ഇപ്പോൾ നിലവിൽ കോൺഗ്രസിന് ഇത്രയും വലിയ തകർച്ചയിലേക്ക് എത്തിക്കുന്ന നെഹ്റു കുടുംബത്തിലെ രാഹുൽ ഗാന്ധിയാണല്ലോ. എല്ലാ തെരഞ്ഞെടുപ്പിലും നിർത്തി തീർച്ചയായിട്ടും. അല്ല, അത് പാഠം പഠിക്കാത്ത ഒരു കക്ഷിയാണ് അദ്ദേഹം. എന്ത് ചെയ്താലും ഇല്ല. കാരണം പണ്ട് മുതുമുത്തശ്ശിമാരുടെ കാലഘട്ടത്തിൽ ഒരു അധികാരത്തിന്റെ ഒരു ഗർവുണ്ടല്ലോ. ആ അധികാര ഗർവിൽ ഈ പറഞ്ഞതുപോലെ എന്തും കാണിക്കാം, എന്ത് ചെയ്താലും എന്നെ ഇവർക്ക് അംഗീകരിക്കും. കാര്യം കോൺഗ്രസ് പാർട്ടി പ്രവർത്തകരുടെ ഒരു പ്രശ്നം അതാണല്ലോ. അവരൊരിക്കലും ചോദ്യം ചെയ്യില്ല. ഈ കുടുംബത്തിൽ എന്ത് വൃത്തികേട് കാണിച്ചാലും ചോദ്യം ചെയ്യില്ല. ചോദ്യം ചെയ്യാൻ പാർട്ടിക്ക് പുറത്താവും. എല്ലാവരും തരൂരല്ലല്ലോ. പാർട്ടിക്ക് പുറത്തായി കഴിഞ്ഞാൽ പിന്നെ എന്താണ്? പുറത്തായി കഴിഞ്ഞാൽ പിന്നെ അപ്പുറത്ത് പോയി കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നേരിട്ട് പോയി കയറാൻ കഴിയുന്നില്ല. എന്തെങ്കിലും കാണിച്ചിട്ട് പുറത്താകുമ്പോഴത്തേക്ക് മറ്റു പാർട്ടിയിൽ അംഗീകാരം കിട്ടുകയില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രതിസന്ധി എല്ലാ കോൺഗ്രസ് പ്രവർത്തകരുണ്ട്. അതുകൊണ്ടാണ് അവർ ഈ കുടുംബത്തിൻ്റെ അടിമകളായി. രാഹുൽ ഗാന്ധി എന്ത് വെട്ടിത്തം പറഞ്ഞാലും അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ തരൂർ കഴിഞ്ഞ കുറേ കാലമായിട്ട് രാഹുൽ ഗാന്ധിയെ ന്യായീകരിക്കുന്നില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? രാഹുൽ ഗാന്ധി കാണിക്കുന്ന ഒരു സംഭവം അതിനെ ന്യായീകരിക്കുന്നില്ല. എല്ലാ കോൺഗ്രസ് കാത്തിരിക്കും, രാഹുൽ ഗാന്ധി എന്ത് പറയുമോ അതിനെ തിരിച്ചു പറയാം. അതെ. പക്ഷേ ഇപ്പോൾ അദ്ദേഹം തിരിച്ചു പറയുന്നില്ല. തരൂർ ഇപ്പോൾ തിരിച്ചു പറയുന്നില്ല. കാരണം ഇയാളെ ന്യായീകരിക്കേണ്ട കാര്യമില്ല. പിന്നെ തരൂരുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ രാഹുൽ ഗാന്ധി അതൊന്നും ബിഗ് സീറോയാണ്. അത് ഭൗതിക തലത്തിലായാലും ശരി, പ്രവർത്തന മികവിലായാലും ശരി, ജനപിന്തുണയായാലും ശരിയാണ്. ഒന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തിനാണ് ഇയാൾക്ക് മറുപടി കൊടുത്ത് സ്വന്തം വില കളയുന്നതെന്നുള്ള കാഴ്ചപ്പാടിലായിരിക്കും അവർ പക്ഷേ തരൂർ വന്നിരിക്കുന്നത്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ എത്ര കാലം പോകുന്നുള്ളതാണ്. BJPയും കോൺഗ്രസ്സുമായിട്ടുള്ള ഈ വടംവലിയും തരൂർ ഏത് പക്ഷത്തെ ഈ ചായ എന്നുള്ള കുറിച്ച് കഴിഞ്ഞ കുറേ കാലമായിട്ട് ഞാൻ കേൾക്കുന്നുണ്ട്. അദ്ദേഹം BJPയിലേക്ക് പോകും എന്നുള്ളത്. അല്ല, അദ്ദേഹം BJPയിൽ വന്ന എങ്ങനെ കേരളത്തിൽ ഇത് വലിയ രീതിയിൽ സ്വാധീനിക്കുമോ? BJPയിൽ അല്ല, കേരളത്തിൽ പിന്നെ താല്പര്യം തരൂരുണ്ടാവുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. അദ്ദേഹം ആഗ്രഹിക്കുന്ന കുറച്ച് ഇന്റർനാഷണൽ ആയിട്ടുള്ള കുറച്ച് സ്ഥാനങ്ങളായിരിക്കും. മുമ്പ് അദ്ദേഹത്തിന് UN നഷ്ടപ്പെട്ട ഒരു പദവിയുണ്ട്, സെക്രട്ടറി ജനറലിൻ്റെ. അദ്ദേഹം ആഗ്രഹിക്കുന്നത് അതായിരിക്കും. ഇന്ത്യൻ പൊളിറ്റിക്സിൽ എനിക്ക് തോന്നുന്നു പുള്ളിക്ക് വലിയ താല്പര്യം ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. ഇല്ലെങ്കിൽ ഫോറിൻ മിനിസ്റ്ററായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ആയിരിക്കും. കേരളത്തിൽ കടന്ന് കളിക്കാൻ അദ്ദേഹത്തിന് താല്പര്യമില്ല എന്നാണ് എൻ്റെ ഒരു പിന്നെ കാഴ്ചപ്പാടെന്ന് പറയുന്നത്. അല്ല, അത് BJPയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഗുണകരമായി മാറ്റാൻ കഴിയുമല്ലോ. ഇപ്പോൾ അനിൽ ആന്റണി വന്നു, അദ്ദേഹം കേരളത്തിലല്ല പ്രവർത്തിക്കുന്നത്, പക്ഷെ അത് കൃത്യമായി തന്നെ BJPക്ക് ഗുണകരമാണ്. ഒരു മുൻ മുഖ്യമന്ത്രിയുടെ മകൻ BJPയിലുള്ളത്. അതെ, തീർച്ചയായിട്ടും. പക്ഷേ ഇദ്ദേഹത്തെ ഇന്റർനാഷണൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വിദേശ ബന്ധങ്ങൾ മെച്ചപ്പെടുത്താൻ ഇപ്പം അദ്ദേഹം UN സെക്രട്ടറി ജനറൽ ആയി കഴിഞ്ഞാൽ അത് ഇന്ത്യക്ക് തന്നെയാണ് മെച്ചം. ഇന്നത്തെ സാഹചര്യത്തിൽ നരേന്ദ്രമോദി വിചാരിച്ചു കഴിഞ്ഞാൽ ശശി തരൂരിനെ സെക്രട്ടറി ജനറൽ ആകാൻ കഴിയും. അത് തരൂരിന് നന്നായിട്ട് അറിയാം. കാരണം അത്രത്തോളം അദ്ദേഹത്തിന് വിദേശ രാജ്യങ്ങളുമായിട്ട് നല്ല ബന്ധമാണ്. ഫോൺ വിളിച്ച് അദ്ദേഹം ഇനി ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമോ? തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് കേരളത്തിൽ അദ്ദേഹത്തെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇറക്കാൻ ഒരുപക്ഷെ BJPയും സമ്മതിക്കില്ല, കോൺഗ്രസ് സമ്മതിക്കില്ല. കാരണം തെരഞ്ഞെടുപ്പ് എന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് CM ആക്കേണ്ടി വരും. തരൂരിന് മേലെ ആരാണുള്ളത്? ഇപ്പോൾ കോൺഗ്രസ് എടുത്തു കഴിഞ്ഞാലും BJP എടുത്തു കഴിഞ്ഞാലും ശശി തരൂരിന് മേലെ CM കാൻഡിഡേറ്റ് ആവാൻ ആരാ യോഗ്യനായിട്ടുള്ളത്? അപ്പോൾ ഇതിനുവേണ്ടി ഉടുപ്പ് നെച്ചിരിക്കുന്ന ആളുകൾ ഒരുപാടുണ്ടല്ലോ. സ്വാഭാവികമായിട്ട് അവൻ അതിനകത്ത് പാർട്ടിക്കകത്ത് സംഭവം പ്രശ്നങ്ങളുണ്ടാകും. ഇത് തരൂരിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് അദ്ദേഹം കേരളം എന്നുള്ള ഈ പ്രദേശം വിട്ടിട്ട് അദ്ദേഹം കുറച്ചുകൂടി ദീർഘമായി ചിന്തിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഒരു അവസരം ഒത്തു കിട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്യാം എന്നുള്ളതായിരിക്കും എന്നാണ് മനസ്സിലാക്കുക. കാരണം അദ്ദേഹത്തിൻ്റെ കഴിവും ഇൻ്റലക്റ്റൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നൊരു സാഹചര്യം വരണം. ഇവിടെ കടന്ന് ഇവരുമായിട്ട് പോരടിക്കാനൊന്നും തരൂർ ശ്രമിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കോൺഗ്രസ് ഈ ശശി തരൂരിനെ പരിഗണിക്കാത്തതാണോ ഈ പ്രശ്നങ്ങൾക്ക് കാരണം? തീർച്ചയായിട്ടും ആണല്ലോ. കാര്യം തരൂരിനോടല്ല ഇവർക്കുള്ള പക തുടങ്ങി എന്നാ AICC പ്രസിഡന്റായി മത്സരിച്ച കാലം മുതൽ. അന്ന് മുതൽ ഇവർക്ക് തരൂർ കണ്ണിലെ കരടായി മാറി. പക്ഷേ എതിർത്തൊന്നും പറയാൻ കഴിയാത്തത് നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഇയാൾക്കുള്ള ഒരു എന്താണ് വിദേശ രാജ്യങ്ങളിലും ഇന്ത്യയിലും നാട്ടിലും അദ്ദേഹത്തിനുണ്ടാവും ഒരു പ്രാധാന്യമുണ്ട്, ഒരു പേരുണ്ട്. ആ പേര് പിന്നെ തകർക്കാൻ കോൺഗ്രസ് വിചാരിച്ച ശ്രമം നടക്കുന്നില്ല. ഇദ്ദേഹത്തിനോടൊപ്പം സംസാരിച്ച് പിടിച്ചേക്കാനും കഴിയില്ല. ബുദ്ധിയിലായാലും ശരി, ഏത് കാര്യത്തിലായാലും ശരി. അപ്പോൾ അതുകൊണ്ട് തന്ത്രപരമായി എങ്ങനെയെങ്കിലും ഒഴിവാക്കുക, എങ്ങനെയെങ്കിലും കളഞ്ഞിട്ട് പൊക്കോട്ടെ എന്നുള്ള നിലപാടാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത്. പക്ഷേ അങ്ങനെ കളഞ്ഞിട്ട് പോകാൻ തരൂരോട്ട് തയ്യാറല്ല താനും. അദ്ദേഹം അതിനകത്തുനിന്ന് ഫൈറ്റ് ചെയ്യുകയാണ്. ആ ഫൈറ്റ് എത്രത്തോളം പോകട്ടെ എന്ന് മാറിയിരുന്ന കാഴ്ചക്കാരനായിട്ട് ഇരിക്കുകയാണ് BJP. ഇതിനിടയിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണേണ്ടി വരും, എന്താണ് സംഭവിക്കുന്നത്. എന്നാലും ഒരു കാര്യം ഉറപ്പാണ്, ശശി തരൂരിനെ ഉൾക്കൊള്ളാൻ കോൺഗ്രസ് പാർട്ടി കഴിയില്ല. ഇനി അഥവാ ഉൾക്കൊള്ളണമെങ്കിൽ രാഹുൽ ഗാന്ധി ഈ പാർട്ടിയിൽ നിന്ന് മാറണം. എങ്കിൽ ഒരുപക്ഷെ ശശി തരൂരിനോട് സ്ഥാനം ഉണ്ടാവും. അദ്ദേഹം കൃത്യമായിട്ട് അവിടെ പ്രവർത്തിക്കുകയും ചെയ്യും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.